ഹലോ സ്റ്റുഡൻസ്, +1 അക്കൗണ്ടൻസി പബ്ലിക് എക്സാമിനേഷന് പോകുന്ന നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് MCQ അല്ലെങ്കിൽ ഒരു മാർക്കിന്റെ ചോദ്യങ്ങൾ. സോ MCQ ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യനകത്തും നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ കുട്ടികൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഒരുപക്ഷെ നല്ലൊരു സ്കോർ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് MCQ എന്ന് പറയുന്നത്. പക്ഷെ ചില നേരത്തെങ്കിലും ചില സമയത്തെങ്കിലും ചില ക്വസ്റ്റ്യൻ പേപ്പറിനകത്തെങ്കിലും ചില ക്വസ്റ്റ്യൻ്റെ അകത്തുള്ള MCQ അല്ലെങ്കിൽ ചോയ്സ് മൾട്ടിപ്പിൾ ചോയ്സ് ഏതൊക്കെയാണോ ആൻസേഴ്സ് വരുന്നത് അത് കുട്ടികളെ കൺഫ്യൂസ് ചെയ്യിക്കാറുണ്ട്. അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് MCQ കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 25 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യന്റെ അകത്ത് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ വരുന്ന പബ്ലിക് എക്സാമിനേഷന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. സോ തീർച്ചയായും 25 ക്വസ്റ്റ്യൻസിനെ റെഫർ ചെയ്ത് വെക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ പബ്ലിക് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പാടുള്ളൂ. സോ വി ആർ മൂവിങ് ടു ദ ക്വസ്റ്റ്യൻസ്. 1, 2, 3, 4, 5, 6 അങ്ങനെ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും പരിചയപ്പെടാം. അതിന്റെ അകത്ത് വരുന്ന ആൻസേഴ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് മറ്റേതെങ്കിലും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ടോ ഇതും നമുക്ക് നോക്കാം. സോ വി ആർ മൂവിങ് ടു MCQs. 25 MCQs ഫോർ യു. സി ഒന്നാമത്തത്, എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ദ ബിസിനസ് ഇറ്റ് ഈസ് കോൾഡ് ക്യാപിറ്റൽ. എമൗണ്ട് മാത്രമല്ല, ഏതെങ്കിലും അസറ്റോ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതും ക്യാപിറ്റൽ കണക്കാക്കും. ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ പേഴ്സണൽ യൂസിന് വേണ്ടി വിഡ്രോവൽ ആണ്. ഇവിടെ കുട്ടികളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ ഉപയോഗിച്ചു. ഒരുപക്ഷെ നല്ലപോലെ റെഫർ ചെയ്തിട്ടില്ലെങ്കിൽ അറിയാതെ ഇൻവെസ്റ്റ്മെന്റ് പോയിട്ട് നമുക്കറിയാം ക്യാപിറ്റലാണ്, പക്ഷെ നമ്മൾ അറിയാതെ ഇൻവെസ്റ്റ്മെന്റ് പോയിട്ട് ക്ലിക്ക് ചെയ്യാൻ പാടില്ല. സോ ക്യാപിറ്റൽ ആണ്. ഡാഷ് ഇസ് ദ കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ് ഡെബിറ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ഇൻ ദ ജേർണൽ ഓർ ദ ഡേ ബുക്ക് ദാറ്റ് ഈസ് കോൾഡ് ലെഡ്ജർ. ഓക്കെ, ഡാഷ് ഇസ് ദ കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ്. ഇനി നേരെ പോണത്, ദ പ്രോസസ് ഓഫ് എൻറ്ററിംഗ് ട്രാൻസാക്ഷൻ ഇൻ ദ ജേർണൽ ഈസ് കോൾഡ് ജേർണൽ ഐസിംഗ്. സോ ബാലൻസിംഗ് അല്ല, പോസ്റ്റിംഗ് അല്ല, ട്രയൽ ബാലൻസ് അല്ല. പോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ലെഡ്ജറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് അസറ്റ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ് എൻറ്റേർഡ് ഇൻ ദ ജേർണൽ പ്രോപ്പർ. നമുക്കറിയാം സബ്സിഡറി ബുക്കിൽ അസറ്റ്സ് പർച്ചേസ് ചെയ്യുന്നത് ക്രെഡിറ്റ് ആണെങ്കിലോ അസറ്റ് സെയിൽ ചെയ്യുന്നത് നമുക്ക് ക്രെഡിറ്റ് ആണെങ്കിലോ ഒരിക്കലും നമ്മൾ മറ്റ് സബ്സിഡറി ബുക്കിൽ എഴുതാറില്ല. ജേർണൽ പ്രോപ്പറിലാണ് റെക്കോർഡ് ചെയ്യുക. അപ്പൊ ജേർണൽ പ്രോപ്പറിന്റെ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് എക്സാമിനേഷൻ വരുന്നതാണ്. സെയിൽ ഓർ പർച്ചേസ് ഓഫ് അസറ്റ് ഓൺ ക്രെഡിറ്റ് ആണ് കറക്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇനി ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ബൈ അക്കൗണ്ട് ഹോൾഡർ. അക്കൗണ്ട് ഹോൾഡർ ആണ് BRS പ്രിപ്പയർ ചെയ്യുക. അറിയാതെ ഫസ്റ്റ് ഓപ്ഷനായ ബാങ്കിൽ കയറി നിങ്ങൾ അറിയാതെ നിങ്ങളെ കൈ പോയിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് പോരുത്. ബാങ്ക് അല്ല പ്രിപ്പയർ ചെയ്യുന്നത്, അക്കൗണ്ട് ഹോൾഡർ ആയ അല്ലെങ്കിൽ കമ്പനി അല്ലെങ്കിൽ നമ്മളാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്തിനാണ് നമുക്കറിയാം. സോ ദീസ് ടൈപ്പ് ഓഫ് എറേഴ്സ് affect the agreement of the trial balance. ട്രയൽ ബാലൻസിനെ എഫക്ട് ചെയ്യുന്നതും എഫക്ട് ചെയ്യാത്തതുമായ എറേഴ്സിനെ കുറിച്ച് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് പബ്ലിക് എക്സാം ഉണ്ടാവുന്നു. തീർച്ചയായും എറേഴ്സ് ഓഫ് പാർഷ്യൽ ഒമിഷൻ ആണ്, കംപ്ലീറ്റ് ഒമിഷൻ എഫക്ട് ചെയ്യുന്നില്ല. അപ്പം ഈ കാര്യങ്ങൾ കൂടെ നിങ്ങൾ റെക്ടിഫിക്കേഷൻ എറേഴ്സ് പഠിക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട്. സോ ഈ കാര്യം കൂടെ ഓർമ്മിച്ച് വെക്കണം. റെക്ടിഫിക്കേഷൻ എറേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് ചോദിക്കാറുണ്ട്. എറേഴ്സ് ഓഫ് ഒമിഷന്റെയും കമ്മീഷന്റെയും ഒക്കെ എക്സാമ്പിൾസും ചോദിക്കാറുണ്ട്. മറ്റു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ 7th ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് ദ ടേം യൂസ്ഡ് ടു ഷോ ദ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. നമുക്കറിയാം ഒരു ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ കുറയുമ്പോഴാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന വേർഡ് അല്ലെങ്കിൽ ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ നാച്ചുറൽ അസറ്റ്, ക്വാറീസ്, മൈൻസ് ഒക്കെ ഓയിൽ ഫീൽഡ് ഒക്കെ ആണെങ്കിൽ നാച്ചുറൽ അസറ്റ് ആണെങ്കിൽ അത് ഡിപ്ലിഷൻ ആണ്. അതുപോലെ തന്നെ അത് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണെങ്കിൽ അമോർട്ടൈസേഷൻ. മിക്കവാറും നമ്മുടെ ഡിപ്രീസിയേഷൻ ക്വസ്റ്റ്യനകത്ത് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ മസ്റ്റ് ആയിട്ട് നമുക്ക് MCQ പ്രതീക്ഷിക്കാം. 8th ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, ഇഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഗിവൺ as an item in the trial balance then it will be. നമുക്കറിയാം ക്ലോസിംഗ് സ്റ്റോക്ക് നോർമലി അഡ്ജസ്റ്റ്മെന്റ് രൂപത്തിലാണ് ട്രയൽ ബാലൻസിനകത്ത് വരാറ്. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് അല്ലാതെ നമുക്ക് ട്രയൽ ബാലൻസിന്റെ ഉള്ളിൽ വരികയാണെങ്കിൽ ഡെബിറ്റ് സൈഡ് ആയിരിക്കും വരുന്നത്. സോ ഇറ്റ് ഈസ് എക്സാമ്പിൾ ഓഫ് ദ അസറ്റ്, സോ ഷോൺ ഇൻ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ഇനി പ്രീപെയ്ഡ് എക്സ്പെൻസ് അസറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഏതെങ്കിലും അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് വരികയാണെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് അസറ്റ് ആണ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ലയബിലിറ്റി ആണ്. അക്രൂഡ് ഇൻകം അല്ലെങ്കിൽ ഏതെങ്കിലും അക്രൂഡ് വരികയാണെങ്കിൽ അത് അസറ്റ് ആണ്. ഇൻകം റിസീവ്ഡ് അഡ്വാൻസ് ആണെങ്കിൽ ലയബിലിറ്റി ആണ്. ഈ ബാഡ് ഡെബ്റ്റ്സ് നമുക്ക് എക്സ്പെൻസ്. ഈ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റുകൾ എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചതാണ്. കോസ്റ്റ് ഇൻകേർഡ് ബൈ എ ബിസിനസ് പ്രോസസ് ഏർണിംഗ് ദ റവന്യൂ ഈസ് കോൾഡ് എക്സ്പെൻസസ്. നമുക്കറിയാം ഫസ്റ്റ് ചാപ്റ്ററിന്റെ അകത്തുള്ള അക്കൗണ്ടിംഗ് ടേം അല്ലെ, അക്കൗണ്ടിംഗ് ടേംസിന്റെ അകത്ത് ഒരുപാട് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാണ്. ഡെപ്റ്റേഴ്സിനെ കുറിച്ച്, ക്രെഡിറ്റേഴ്സിനെ കുറിച്ച്, റവന്യൂ, എക്സ്പെൻസ്, ക്യാപിറ്റൽ
അല്ലെ, ലയബിലിറ്റീസ് അല്ലെങ്കിൽ അസറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ, കറണ്ട് അസറ്റ്സിന്റെ കറണ്ട് അസറ്റ്സ് എക്സാമ്പിൾസ്, ഈ ഭാഗത്ത് നോക്കി നമുക്ക് MCQ പ്രതീക്ഷിക്കാം. ഒരു റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി ആ ബിസിനസ് ഫേം എന്തെങ്കിലും പേയ്മെന്റുകൾ നടത്തുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എക്സ്പെൻസ്. ഇനി അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ വരാറുണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എക്സാമ്പിൾ ആയിട്ട് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഒരു ബാങ്ക് ലോൺ എടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ആ രീതി മക്കൾ അതും കൂടെ നോക്കി വെച്ചേക്കണം. ഇനി 11th ക്വസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ദ ജേർണൽ ഈസ് കോൾഡ് ജേർണലൈസിംഗ്. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. പർച്ചേസ് ഓഫ് മിഷനറി ഫ്രം രാജേഷ് ഓൺ ക്രെഡിറ്റ്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടത് സെയിൽ ഓഫ് അസറ്റ് ഓൺ ക്രെഡിറ്റ് ആണ്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പർച്ചേസ് ഓഫ് മിഷനറി ഫ്രം രാജേഷ് ഓൺ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസറ്റ് ആണ്. ഏത് സബ്സിഡറി ബുക്കാണ്? ക്യാഷ് ബുക്കിൽ എഴുതില്ല, പർച്ചേസ് ബുക്കിൽ എഴുതില്ല. സോ ദ ആൻസർ വിൽ ബി ജേർണൽ പ്രോപ്പർ. സോ ജേർണൽ പ്രോപ്പറിനെ കുറിച്ച് ഈ 24ലും നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. 30th question. We are moving to the 13th question. The amount of depreciation charged under diminishing balance method. നമുക്കറിയാം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് നമുക്ക് ഡിമിനിഷിംഗ് ഉണ്ടാവാം, അതുപോലെ തന്നെ റിട്ടേൺ ഡൗൺ മീൻസ് റിട്ടേൺ ഡൗൺ വാല്യൂ അല്ലെങ്കിൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. നമുക്കറിയാം ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആണെങ്കിൽ ഡിക്രീസ് എവറി ഇയർ. സോ ഇൻക്രീസ് ഒരിക്കലും ഡിപ്രീസിയേഷനിൽ വരില്ല, റോങ് ഓപ്ഷൻ ആണ്. റിമെയിൻ കോൺസ്റ്റന്റ് ഒരിക്കലും കോൺസ്റ്റന്റ് വരികയാണെങ്കിൽ അത് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആണ്. ഓർമ്മിച്ച് വെക്കുക, ഡിപ്രീസിയേഷനും 1 മാർക്കിന്റെ ചോദ്യം വരാറുണ്ട്. ദ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഗിവൺ ഇൻ ദ ട്രയൽ ബാലൻസ് ചോദിച്ചു. സോ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഗിവൺ ഇൻ ദ ട്രയൽ ബാലൻസ് will be shown in the asset side of the balance sheet. Will be shown in the asset side of the balance sheet ആണ്. Both A and B അല്ല, asset side of the balance sheet. Repeated question. Identify the source document of recording transaction in the sales returns book. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 എന്ന് പറയുന്ന ചാപ്റ്ററിലെ അതായത് നമുക്കറിയാം സോഴ്സ് ഡോക്യുമെന്റുകൾ പർച്ചേസ് ബുക്ക് ആണെങ്കിൽ ഇൻവോയ്സ് ആണ്, സെയിൽസ് ബുക്ക് ആണെങ്കിൽ ഇൻവോയ്സ് ആണ്, പർച്ചേസ് റിട്ടേൺസ് ആണെങ്കിൽ അത് ഡെബിറ്റ് നോട്ട് ആണ്, സെയിൽസ് റിട്ടേൺസ് ആണെങ്കിൽ ക്രെഡിറ്റ് നോട്ട് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സെയിൽസ് റിട്ടേൺസ് ആണ്, ക്രെഡിറ്റ് നോട്ട് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് എറർ ഓഫ് കമ്മീഷൻ? എറർ ഓഫ് കമ്മീഷൻ. നമുക്ക് റോങ് ബാലൻസിംഗ് ഈസ് എൻ എറർ ഓഫ് കമ്മീഷൻ. എമൗണ്ടുകൾ മാറിപ്പോകുന്നു, റോങ് ബാലൻസ് സംഭവിക്കുന്നു, 1000 10,000 റെക്കോർഡ് ചെയ്യുന്നു. ഇതൊക്കെ എറേഴ്സ് ഓഫ് കമ്മീഷൻസിന്റെ എക്സാമ്പിൾ ആണ്. ഇനി 17ാമത്തെ MCQയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ സോൾ ട്രേഡിംഗ് കൺസേൺ. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡഡ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്യാഷ് ബുക്ക് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ക്യാഷ് ഓർ അതർ അസറ്റ് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഈസ് കോൾഡ് ക്യാപിറ്റൽ. ഓക്കെ, ക്യാഷോ അല്ലെങ്കിൽ മറ്റ് അസറ്റ്സോ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റലാണ്. അക്കൗണ്ടിംഗ് ടേമിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. ഇനി 19ാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ് ആർ റെക്കോർഡഡ് ഇൻ ദ ഡേ ബുക്ക് അല്ലെങ്കിൽ സെയിൽസ് ബുക്ക് ആണ്. സെയിൽ ഓഫ് ഗുഡ്സ്, ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ്. സോ സെയിൽസ് ബുക്ക് ആണ്. നോർമൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് സബ്സിഡറി ബുക്ക് ഒരുപാട് ചോദ്യങ്ങൾ. ഓവർ ഡ്രാഫ്റ്റ് മീൻസ് ഡാഷ് ബാലൻസ് ഓഫ് ദ ക്യാഷ് ബുക്ക്. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാൻ സാധ്യതയുള്ള 1-2 ചോദ്യങ്ങൾ ഇതാണ്. ഒന്ന്, BRS ഹു ഈസ് പ്രിപ്പയറിംഗ് അക്കൗണ്ട് ഹോൾഡർ. രണ്ടാമത്തത് ഓവർ ഡ്രാഫ്റ്റ് മീൻസ് കുട്ടികളെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഓവർ ഡ്രാഫ്റ്റ് ക്യാഷ് ബുക്കിലാണെങ്കിൽ അത് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും, പാസ്ബുക്കിലാണെങ്കിൽ അത് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. നേരെ പോസിറ്റീവ് ബാലൻസ് ആണെങ്കിൽ ക്യാഷിനാണെങ്കിൽ അത് ഡെബിറ്റ് ബാലൻസ് ആണ്, പാസിനാണെങ്കിൽ അത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. കുട്ടികൾ പഠിച്ചു വെച്ചാണ്. സോ ഹിയർ ദ ആൻസർ വിൽ ബി ക്രെഡിറ്റ്. 21ാമത്തെ ചോദ്യം, ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ ഫിക്സഡ് അസറ്റ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ ഫിക്സഡ് അസറ്റ്. അപ്പം ഡിപ്രീസിയേഷൻ നമ്മൾ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്ന്, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ഫിക്സഡ് അസറ്റ് ആണ്. രണ്ടാമത്തത് ഡിപ്ലഷൻ എന്ന് പറയുന്ന സമയത്ത് നേച്ചുറൽ അസറ്റ് ആണ്. അമോർട്ടൈസേഷൻ എന്ന് പറയുമ്പോൾ അത് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഇനി അതിന്റെ ഡിഫറൻസുകൾ അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആകുന്ന സമയത്തും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആകുന്ന സമയത്തും ഏതെങ്കിലും രീതിയിലുള്ള ചോദ്യം പ്രതീക്ഷിക്കാം. ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ടു. വൈ വി ആർ പ്രിപ്പയറിംഗ് എ ട്രയൽ ബാലൻസ്? ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തത് നമുക്കറിയാം ഒരു എറേഴ്സ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ്, അതുപോലെ തന്നെ അരിത്തമെറ്റിക് ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ. 23ാമത്തെ ചോദ്യം, a laptop purchased by an owner of the business, his personal use is not recorded in the books of accounts. അതായത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. നമുക്കറിയാം തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 6 മാർക്കാണ്. ആ 6 മാർക്സിന്റെ അകത്ത് 1 മാർക്കിന്റെ ചോദ്യം തീർച്ചയായും അത് MCQ ആയിരിക്കും. മറ്റത് നമുക്ക് കൺസെപ്റ്റിനെ കുറിച്ചാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ഇവിടെ ഉറപ്പാണ്. ഏതെങ്കിലും എൻറ്റിറ്റി, ഏതെങ്കിലും കൺസെപ്റ്റ് തന്നുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഫുൾ ഫോം ആയിരിക്കാം. ഈ രീതിയിലൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് 1 മാർക്കിന് ചോദ്യം വരാറ്. 24ാമത്തെ ചോദ്യം, ഡേഷ് പ്രൊവൈഡ് ദ എവിഡൻസ് ഓഫ്
ഈച്ച് ട്രാൻസാക്ഷൻ ഇൻ എ ബിസിനസ്. ഒരു ബിസിനസ്സിനകത്തെ എവിഡൻസ് എന്ന് പറയുന്നത് സോഴ്സ് ഡോക്യുമെന്റ് ആണ്. നമുക്കറിയാം റെസിപ്റ്റ് ആയാലും ബില്ലായി കഴിഞ്ഞാലും ഡെബിറ്റ് നോട്ട് ആയാലും ക്രെഡിറ്റ് നോട്ട് ആയാലും ഇൻവോയ്സ് ആയി കഴിഞ്ഞാലും ഇതൊക്കെയാണ് സോഴ്സ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഇനി 25ാമത്തെ ചോദ്യം. 25ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ദ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഇൻ ദ പാസ്ബുക്ക് ആർ ദ സെയിം as that of bank column of the cash book. ഇവിടെ ഒന്നുമില്ല, കൺഫ്യൂഷൻ അടിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ക്യാഷ് കോളം ഓഫ് ദ ക്യാഷ് ബുക്ക് ആണോ, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് ആണോ, നൺ ഓഫ് ദീസ് ആണ്. നമ്മളൊരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് വരയ്ക്കുകയാണെങ്കിൽ ആ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ അകത്ത് ബാങ്ക് കോളത്തിൽ എന്താണോ ബാലൻസ് ഉള്ളത് ആ ബാലൻസ് തന്നെയായിരിക്കണം നമ്മുടെ പാസ്ബുക്കിന്റെ അകത്തും. ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. സോ ഇങ്ങനെയുള്ള 25 ചോദ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായും ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് MCQ. പല കുട്ടികളും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലേക്കും ഡിപ്രീസിയേഷനിലേക്കും BRS-ലേക്കും എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഈ ദിവസങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന MCQ 1 മാർക്ക് ചോദ്യങ്ങളെ വിട്ടുകളയാൻ പാടില്ല. നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ഈ വരുന്ന എക്സാമിന് 1 മാർക്ക് പോലും MCQ നിങ്ങൾക്ക് നഷ്ടമാവാൻ പാടില്ല. സോ ഓൾ ദി ബെസ്റ്റ്.